വിശദാംശങ്ങളിലേക്ക് കടക്കാം. പന്തീരകാവിൽ നവവധുവിനെ മർദ്ദിച്ച കേസിലെ പ്രതി രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ. ഇയാൾ വിവാഹ തട്ടിപ്പുകാരനെന്ന് ആരോപണം. രാഹുലുമായി വിവാഹം ഉറപ്പിച്ച പെൺകുട്ടികൾ പോലീസിൽ പരാതി നൽകി. മുൻ വിവാഹങ്ങളുടെ വിവരം രാഹുൽ മറച്ചുവെച്ചുവെന്നും ആരോപണം. വിവരങ്ങളുമായി എബി തോമസ് ചേരുന്നു. എബി, ഈ രാഹുൽ വിവാഹ തട്ടിപ്പുകാരൻ എന്നുള്ള ആക്ഷേപം, ആരോപണം നിലനിൽക്കുന്നു. എങ്ങനെയായിരുന്നു ഈ മുൻ വിവാഹ ധാരണകൾ? വിശദാംശങ്ങൾ എന്താണ്? ഫിജി, ഇതിനു മുമ്പും രാഹുൽ വിവാഹം നടത്തിയിട്ടുണ്ട്. എറണാകുളത്തും കോട്ടയത്തുമായി 2 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട്. നിയമപരമായും അതിന് ധാർമ്മികമായിട്ടുമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് തന്നെ. കാരണം ഈ പെൺകുട്ടികളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് നിയമപരമായിട്ടും ധാർമ്മികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉൾപ്പെടെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയിരിക്കുകയാണ്. കാരണം ഈ നേരത്തെ നടന്നിട്ടുള്ള വിവാഹം അതിനെക്കുറിച്ച് പറയാതെയാണ് ഇത്തരത്തിൽ ഒരു വിവാഹം ഇവിടെ നിന്ന് നടത്തിയത്, മൂന്നാമത് ഈ വിവാഹം നടത്തിയത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ആരോപണം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇയാളെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇയാൾ രാജ്യം വിട്ടു പോകാനുള്ള സാധ്യത ഉൾപ്പെടെ ഇന്റലിജൻസ് വിഭാഗം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്തായാലും രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ കൂടി വരുന്നതോടുകൂടി ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് മാറാനുള്ള സാധ്യത. നേരത്തെ ഒരു ഗാർഹിക പീഡനം എന്ന നിലയിലാണ് കേസ് ആദ്യമായി വന്നത്. പക്ഷേ ഇപ്പോൾ അത് വിവാഹ തട്ടിപ്പ് എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. കാരണം കൂടുതൽ പെൺകുട്ടികൾ ഇത്തരത്തിൽ ഇരയായിട്ടുണ്ട്. ഇതിൽ എറണാകുളത്തു നിന്നുള്ള പെൺകുട്ടിയാണ് നേരത്തെ ഇയാളുടെ സ്വഭാവ ദൂഷ്യം മനസ്സിലാക്കിയതോടെ ബന്ധം വേർപെടുത്തി പോയത്. എന്നാൽ കോട്ടയത്ത് നിന്നുള്ള പെൺകുട്ടിയുടെ വിവാഹമോചനം, അത് നിയമപരമായി വിവാഹമോചനം നേടിയിട്ടില്ല. ആ വിവാഹ ബന്ധം നിലനിൽക്കുന്ന ഘട്ടത്തിൽ, നിയമപരമായി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് മറ്റൊരു വിവാഹം, അതായത് പറവൂരിലെ കുട്ടിയെ വിവാഹം ചെയ്യുന്ന കാര്യത്തിലേക്ക് എത്തുന്നത്. ഇത് രാഹുലിന്റെ വീട്ടുകാർ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടുള്ള നടപടിയായിട്ടാണ് ആരോപിക്കപ്പെടുന്നത്. എന്തായാലും പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാര്യത്വം എന്നുള്ള ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. എന്തായാലും അവരുടെ പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഇന്ന് ഉണ്ടായേക്കും ഈ വിഷയത്തിൽ കൂടുതൽ. ശരി, കൂടുതൽ വിവാഹ തട്ടിപ്പിന്റെ ചുരുളഴിയുകയാണ്.